കിട്ടിയത് വല്ലാത്ത നിധി എന്തുവായിരുന്നു റബ്ബിനോട് വാരക്കി ഒറ്റക്ക് പറയേ എന്റെ പഠിച്ചോനെ എന്ന് വിളിച്ചോക്കെയാണ്. എന്റെ പഠിച്ചോനെ ഒരു തുള്ളി കണ്ണീര് ഭൂമി ഒറ്റക്ക് എന്റെ പഠിച്ചോനെ എന്ന് പറയും. എന്റെ റബ്ബേ എന്ന് പറഞ്ഞിട്ട് വാരക്കി നിങ്ങളെ കാര്യം പറയും, വിഷമം സങ്കടം പറയും. റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ വിഷമം റബ്ബിന്റെ മുമ്പിൽ അവതരിപ്പിക്കും. പഠിച്ചോനെ എന്ന് പറയും. ഞാൻ സങ്കടപ്പെട്ടിട്ടാ വരുന്ന പഠിച്ചോനെ, കുറെ യാത്ര ചെയ്തിട്ടാ വരുന്ന പഠിച്ചോനെ എന്ന് പറയും. പഠിച്ചോനെ എന്ന് പറയും. ഞാൻ പലയാതി സങ്കടത്തിൽ അവിടെ വന്നെന്ന് പറയും. എന്റെ അമ്മ ഈ കൂട്ടത്തിലുണ്ട് എന്ന് പറയും. എന്റെ 10 മാസം എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഈ കൂട്ടത്തിലുണ്ട്. എന്റെ അമ്മ കഷ്ടപ്പെടുന്ന ആളാ. എന്റെ അമ്മയുടെ പ്രയാസം തീങ്ങളെന്ന് പറയും. എന്റെ ഉപ്പ ഈ കൂട്ടത്തിലുണ്ടെന്ന് പറയും. ഉപ്പയും പ്രയാസപ്പെടുന്നവരാ, തീർത്തു കൊടുക്കണം എന്ന് പറയും. എന്റെ ഭാര്യ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷെ ഭാര്യന്റെ വിഷമം പറയും. സഹോദരിമാരെ ഭർത്താവിന്റെ കാര്യം പറയും. ഒന്ന് മനസ്സറിഞ്ഞ് പറയും. റബ്ബിനോട് പറയും, അല്ലാഹുവിനോട് പറയും. റബ്ബിനോട് പറയും, നിങ്ങൾക്ക് നിർത്തണ്ട, നിങ്ങൾ കരഞ്ഞോളി, നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞോളി. അതിനാ നമ്മൾ വന്നത്. റബ്ബിന്റെ മുമ്പിൽ വിങ്ങിക്കരയ. ആരുടെയൊക്കെ മുമ്പിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട്? ആരുടെയൊക്കെ മുമ്പിൽ? കെട്ടിയ പെണ്ണിന്റെ മുമ്പിൽ കരഞ്ഞിട്ടില്ലേ? പെണ്ണിന്റെ മുമ്പിൽ, ഉമ്മാന്റെ മുമ്പിൽ കരഞ്ഞിട്ടില്ലേ? മക്കളുടെ മുമ്പിൽ കരഞ്ഞിട്ടില്ലേ? എത്ര വട്ടം എന്റെ സഹോദരിമാരെ നമ്മൾ നമ്മുടെ ഇനി ഇതൊരു പൈസയാണല്ലോ, കാരണം കഴിഞ്ഞ നമ്മുടെ പ്രോഗ്രാം ഏറ്റിട്ടുണ്ട്. ഇതിപ്പോ കഴിഞ്ഞ പുതിയതാ, കഴിഞ്ഞ പ്രോഗ്രാം ഏറ്റിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയണേ? കരഞ്ഞോണ്ട് റബ്ബിനോട് പറയാം, റബ്ബിനോട് നേരിട്ട് പറയാം, റബ്ബിനെ ഓർത്ത് കരഞ്ഞോണ്ട് പറയാം, നിങ്ങളുടെ പ്രയാസങ്ങൾ റബ്ബിനോട് പറയാം. ഫൈസി പറയുന്നതോ, മുസ്തഫൽ ഫൈസി പറയുന്നതോ ഇതൊരു ഫൈസിയാണ്. മുസ്തഫൽ ഫൈസി പറയുന്നതോ അങ്ങനെ നേരിട്ട് റബ്ബിനോട് പറയാൻ തെളിവില്ല. മഹാന്മാര് മുഖാന്തരം എവിടെ പോയ അജ്മീർ ബാബ? ഇതിലേത് ശരി? മുസ്തഫൽ ഫൈസി പറഞ്ഞതാണോ ശരി, അല്ല വലിയുദ്ദീൻ ഫൈസി പറഞ്ഞതാണോ ശരി? ഇവരിൽ ആരാണ് നമ്മളെ വഞ്ചിക്കുന്നത്? ചിന്തിക്ക്. ഉറങ്ങരുത്. ഇത് സോഷ്യൽ മീഡിയ പോവും ഇൻഷാ അല്ലാഹ് ബീദിനില്ല. ചിന്തിക്ക്. ഇപ്പൊ നിങ്ങൾ കേട്ട ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പ് അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതാണ് ശരി. പക്ഷെ ഫൈസിക്ക് അവിടെ നിൽക്കാൻ പറ്റിയോ? ഇല്ല. കാരണം ഫൈസി എന്നെ പഠിപ്പിക്കുന്നത് എന്താണ്? ഫൈസി എന്നെ പഠിപ്പിക്കുന്നത് വേറെ മഹാന്മാരിലേക്കുള്ള ആട്ടിത്തളിക്കലാണ്. ആ ആട്ടിത്തളിക്കൽ നടക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? സാധാരണക്കാർ റബ്ബിൽ നിന്ന് അകന്നു പോകുന്നു. ജീവനാടിയേക്കാളും അടുത്ത് റബ്ബിനോട് തേടാൻ അല്ലാഹ് പറയാൻ. നിങ്ങൾ പഠിപ്പിക്കണതോ മരിച്ചുപോയ ആൾ. എന്തുകൊണ്ട്? ഞങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തം. എന്താണ് ഒരു നബി ഇത് പഠിപ്പിക്കാതിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾ മാത്രം ഇത് പഠിപ്പിക്കുന്നത്? അതാ ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ പഠിപ്പിക്കുന്നതിന് എന്ത് തെളിവാണുള്ളത്? അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമായി അറിയണം. അള്ളാഹിനോട് നേരിട്ട് തേടിയ ചരിത്രമല്ലാതെ ഇടയാളനെ വെച്ച് തേടിയ ഒരു ചരിത്രം ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ നാട്ടുകാരെ, നിങ്ങൾ ഉസ്താദുമാർ